സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ മഴയിൽ പത്തനംതിട്ടയിലെ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. വ്യത്യസ്ത ഇടങ്ങളിലായി ഇടിമിന്നലേറ്റും വെള്ളക്കെട്ടിൽ വീണും 3 പേരാണ് മരിച്ചത്. പത്തനംതിട്ടയിൽ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴയിൽ പമ്പാ നദിയിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു. റാന്നി കീക്കോഴൂർ പുതമൺ പാലത്തിൽ തോട് നിറഞ്ഞ് വെള്ളം കയറിയതിനാൽ പത്തനംതിട്ട കോഴഞ്ചേരി റാന്നി റൂട്ടിലെ ഗതാഗതം നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. തലസ്ഥാനത്ത് കനത്ത മഴയാണ് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കണ്ണേറ്റുമുക്ക് സ്വദേശി ഗിരിജകുമാരിയുടെ വീടാണ് രാത്രിയോടെ തകർന്നു വീണത്. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കുടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. തൃശൂർ വെള്ളറക്കാട് പാടത്ത് കൃഷിക്കായി കുഴിച്ച തോട്ടിൽ കുളിക്കാനിറങ്ങിയ 14-കാരൻ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി അക്ഷയാണ് മരിച്ചത്. അക്ഷയ്ക്കൊപ്പം കുളിക്കാനിറങ്ങിയ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു അപകടം. കാസർകോട് ബെള്ളൂരിൽ ഒരാൾ ഇടിമിന്നലേറ്റ് മരിച്ചു. ദേവരകുത്തു ഗംഗാധർ റൈയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്തിരിക്കുമ്പോഴാണ് ഗംഗാധർ റൈക്ക് ഇടിമിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനാൽ വരും ദിവസങ്ങളിലും മഴ തുടരും. 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.